ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ബിഗ് ബോസിൽ ബന്ധശത്രുക്കളായിട്ടുള്ള മത്സരാർത്ഥികൾ ആരൊക്കെ നോക്കാം. നമ്മുടെ ബിഗ് ബോസിൽ സീസൺ 1 തൊട്ട് സീസൺ 8 വരെയുള്ള മത്സരാർത്ഥികൾ ഇപ്പോഴും മത്സരമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്നിട്ടും അവരിപ്പോഴും ഗെയിം വിട്ടിട്ടില്ല. പല മത്സരാർത്ഥികളും ഇപ്പോഴും ചില മത്സരാർത്ഥികളുടെ പേര് കേസ് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ബന്ധശത്രുക്കളായ മത്സരാർത്ഥികൾ ആരൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറൊന്നുമല്ല, ഞാനിടുന്ന പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മുടെ സീസൺ 4 എടുത്തു നോക്കിയാൽ സീസൺ 4 ഡോക്ടർ റോബിൻ, പിന്നെ ഉള്ളത് ജാസ്മിൻ മൂസ. ഇപ്പോഴും അവർ ഇറങ്ങിയതിന് ശേഷവും ബന്ധശത്രുക്കളാണ്. ഡോക്ടർ റോബിനെ കളിയാക്കാനുള്ള ഒരു ചാൻസ് പോലും ഇപ്പോഴും ജാസ്മിൻ വിട്ടുകാണും. ഇതിലൊക്കെ ബന്ധശത്രുക്കളായിട്ടുള്ള 2 പേരാണ്, അഖിൽ മാരാറും ശോഭ വിശ്വനാഥും. നിങ്ങൾക്ക് തന്നെ അറിയാലോ, സീസൺ 5 ജേതാവാണ് അഖിൽ മാരാർ. അതിൽ ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയാണ് ശോഭ. ഇവരുടെ കോംബോ ഒക്കെ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടോം ആൻഡ് ജെറി കോംബോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്നിരുന്നാലും ഇവരിപ്പോഴും പുറത്തിറങ്ങിയതിന് ശേഷവും ഇപ്പോഴും ശത്രുതയുണ്ട്. എങ്ങനെയൊക്കെ അഖിലിനിട്ട് പാര വെക്കാൻ പറ്റുന്നോ ആ സമയങ്ങളിലൊക്കെ അഖിലിനിട്ട് ശോഭ പാര പണിയുന്നുണ്ട്. എന്ന് വെച്ചാൽ അഖിൽ ജേതാവായല്ലോ, അതിൻ്റെ ഒരു ഇത്. അഖിലിൻ്റെ പേര് കള്ളക്കേസുകളും അഖിലിൻ്റെ പിള്ളേരെ മർദ്ദിക്കുന്നവരെ കേസ് വരെ കൊടുത്തിട്ടുണ്ട് ശോഭ. പിന്നെ ഉള്ളത് നോക്കിയാൽ സീസൺ 8 മത്സരാർത്ഥികൾ. സീസൺ 8 മത്സരാർത്ഥികൾ ഇപ്പോഴും ബന്ധശത്രുക്കളായിട്ടുള്ളവർ ഒരുപാട് പേരുണ്ട്. അതിൽ അനുമോളോടെ കലിപ്പുള്ള മത്സരാർത്ഥികൾ ആരൊക്കെ നോക്കാം. ഇപ്പോഴും പുറത്തിറങ്ങിയതിന് ശേഷവും ഗെയിം വിടാതെ ഇപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ ബന്ധശത്രുക്കളും ആയിട്ടുള്ള മത്സരാർത്ഥി. ഒന്ന് അനുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ശൈത്യ. തരം കിട്ടുമ്പോഴെല്ലാം അനുവിനിട്ട് കൊട്ടാറുണ്ട് പുറത്തിറങ്ങിയതിന് ശേഷവും. പിന്നെയുള്ളത് നമ്മുടെ അനുവിൻ്റെ തന്നെ സുഹൃത്തുക്കളായ ആദിലൻ നൂറ്. ഇപ്പോഴും പുറത്തിറങ്ങിയതിന് ശേഷം അനുവായിട്ട് ബന്ധശത്രുക്കളാണ്. പിന്നെയുള്ള മത്സരാർത്ഥികൾ റെന ഫാത്തിമ, ഡോക്ടർ ബിന്നി. ഇവർ രണ്ടും തരം കിട്ടുമ്പോഴെല്ലാം അനുവിനിട്ട് കൊട്ടു കൊടുക്കാറുണ്ട്. ഇവരെല്ലാം ഇപ്പം അനുവായിട്ട്, അതുപോലെ തന്നെ RJ ബിൻസി, ഇവർ ഇത്രയും പേര് ഒക്കെ ഇപ്പോഴും അനുവായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത മത്സരാർത്ഥികളാണ്. നമ്മൾ ബിഗ് ബോസ് തീർന്നതിന് ശേഷം ഈ മത്സരാർത്ഥികൾ തമ്മിൽ ഉള്ള പകയും അവർ തമ്മിലുള്ള വിദ്വേഷവും എല്ലാം ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ സീസൺ 2 രജിത് സാറും ഫുക്രു അങ്ങനെ കുറേ മത്സരാർത്ഥികൾ ഇപ്പോഴും ബന്ധശത്രുക്കളായിട്ടുണ്ട്. അതിലേറ്റവും ബന്ധശത്രുക്കൾ ആയിട്ടുള്ള മത്സരാർത്ഥികൾ ഇവരാണ്. ഈ അഖിൽ മാരാറും ശോഭയും ശൈത്യയും അനുമോളും. അങ്ങനെയുള്ള മത്സരാർത്ഥികൾ ഇപ്പോഴും ബന്ധശത്രുക്കളായിട്ടുള്ളത്. സീസൺ കഴിഞ്ഞാലും അഖിൽ മാരാർ എന്ന് പറയുമ്പോൾ അഖിൽ മാരാർ പുള്ളി പറയാനുള്ള പറയും, പിന്നെ മനസ്സിലൊന്നും വെക്കത്തില്ല. നമുക്ക് അറിയാവുന്നതാണ്, സീസൺ 5 നമ്മൾ കാണാം. പക്ഷേ ശോഭ വിഷ്ണു അങ്ങനെയല്ല, പകയും വിദ്വേഷം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം സീസൺ 8 ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ ഒരേ മത്സരാർത്ഥിനെ വെറുക്കുന്ന അത് അനുമോളയാണ്. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.